ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശാരീരികമായിട്ടുള്ള വിശപ്പ് 2ാം സ്ഥാനത്തേക്ക് വഴിമാറുകയാണ്. യേശുവിന് തൻ്റെ ദൗത്യത്തോടുള്ള ജനങ്ങളോടുള്ള സ്നേഹം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ദൗത്യത്തോടുള്ള മിഷനോടുള്ള സ്നേഹം യേശുവിനെ തന്നെ വിഴുങ്ങുന്ന കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും ഒരു ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ ജനങ്ങളുടെ ബാഹുല്യം നിമിത്തം അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം കിട്ടിയില്ല എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒരു ദൗത്യത്തെ സ്നേഹിക്കുമ്പോൾ, ഒരു മിഷനെ സ്നേഹിക്കുമ്പോൾ നാം നമ്മെ തന്നെ മറക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഉദാഹരണമായിട്ട്, നാം നമ്മെ വേദനിപ്പിക്കുന്നവരോട് ഒരു നിബന്ധനയുമില്ലാതെ എപ്പോഴും ക്ഷമിക്കുകയാണെങ്കിൽ ലോകം നമ്മെ വിളിക്കുന്ന പേര് ദുർബലൻ എന്നാണ്. നാം ഒരു ലാഭേച്ഛയും നോക്കാതെ നമ്മുടെ തന്നെ സമ്പാദ്യം മറ്റുള്ളവർക്കായി കൈയയച്ച് നൽകുമ്പോൾ ലോകം നമ്മളെ ഉത്തരവാദിത്തമില്ലാത്തവൻ എന്ന് വിളിച്ചു തുടങ്ങും. അതായത്, ഫ്രാൻസിസ് അസീസിയെ നമുക്ക് നോക്കിക്കാണാം. അവൻ തൻ്റെ പൈതൃക സ്വത്ത് പാവങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്, അത് സന്തോഷത്തോടെ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകം കരുതി ഫ്രാൻസിസിന് ഭ്രാന്ത് പിടിച്ചുവെന്ന്. ദൈവം ഏൽപ്പിച്ച മിഷൻ, ദൗത്യം, ആ ദൗത്യത്തെ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നമ്മെ വിളിക്കുന്ന പേരാണ് ഭ്രാന്തി എന്ന്. ഇവിടെ യേശുവിൻ്റെ ബന്ധുമിത്രാദികളുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഏതൊരു ബന്ധുമിത്രാദികളും പ്രതികരിക്കുന്നത് പോലെയാണ് അവരും പ്രതികരിച്ചത്. യേശുവിനെ സുരക്ഷിതനാക്കുക, സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കാനായിട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടുകൂടെ അവന് സുബോധം നഷ്ടമായി എന്ന് കരുതി അവർ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നാം മിഷനെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അത് നമ്മെ വിഴുങ്ങുവാനായിട്ട് ആരംഭിക്കുന്നു. യേശു നമ്മെ ഇന്ന് ക്ഷണിക്കുന്നത് ഒരു സുരക്ഷിതമായിട്ടുള്ള ക്രൈസ്തവൻ ആകാനായിട്ടല്ല. നമുക്ക് ഒന്നല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയിൽ ജീവിച്ചു പോകാം, അവിടെ നമ്മൾ സേഫാണ്. എന്നാൽ നാം അയക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആ പാഷനോടുകൂടെ, തീവ്രമായിട്ടുള്ള സ്നേഹത്തോടുകൂടെ ജീവിക്കുമ്പോൾ നാം ആ അയക്കപ്പെട്ടവനായിട്ടുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരായിട്ട് നാം മാറുകയാണ് ചെയ്യുന്നത്. അതിനാൽ നാം സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണോ, അല്ലെങ്കിൽ ദൗത്യത്തെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളാണോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.